മഞ്ഞുമൂടിയ മലനിരകളിൽ രോമങ്ങൾ ഉറഞ്ഞു പോകുന്ന കൊടും തണുപ്പിൽ അമ്മയോട് ഒട്ടി നിന്ന് പിച്ചവെച്ചു തുടങ്ങുന്ന കുഞ്ഞു കുരങ്ങന്മാരുടെ ദൃശ്യങ്ങൾ ജപ്പാനിൽ സുലഭമാണ്. ജനിച്ചു വീണ ഏതു കുരങ്ങൻ കുഞ്ഞിന്റെയും ആദ്യ വെല്ലുവിളി അമ്മയോട് ഒട്ടിപ്പിടിച്ചു നിന്ന് പിച്ചവെക്കാൻ പഠിക്കുക എന്നതാണ്. പക്ഷേ ടോക്കിയോയ്ക്കടുത്തുള്ള ചിബയിലെ ഇച്ചിക്കാവ മൃഗശാലയിലെ 6 മാസം പ്രായമുള്ള പഞ്ചി എന്ന കുരങ്ങൻ കുഞ്ഞിന് ആ പാഠം വേറിട്ട രീതിയിൽ പഠിക്കേണ്ടി വന്നു. കഴിഞ്ഞ വേനലിൽ ജനിച്ച പഞ്ചി എന്ന കുഞ്ഞിക്കുരങ്ങനെ അമ്മ കുരങ്ങൻ ഉപേക്ഷിച്ചത്, നോക്കാൻ താല്പര്യം കാണിക്കാത്തത് ആദ്യ പ്രസവാനന്തര വൈഷമ്യം കാരണമെന്നും ഈർപ്പമുള്ള കൊടും വെയിൽ കാരണമാണെന്നും 2 പക്ഷമുണ്ട്. അമ്മയുടെ ചൂടില്ലാതെ നെഞ്ചോട് ചേർന്നു നിൽക്കാൻ ആരുമില്ലാതെ ജീവിതത്തിലെ ആദ്യ പാഠം തന്നെ ഒറ്റയ്ക്ക് പഠിക്കേണ്ടി വന്ന പഞ്ച് എന്ന കുഞ്ഞിക്കുരങ്ങൻ ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടതിനാൽ മൃഗശാലയിൽ പഞ്ഞി നിറച്ച നീണ്ട കൈകളുള്ള ഒരു ഒറാങ്ങൂട്ടൻ പാവയെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതും ചേർത്ത് പിടിച്ചു നടക്കുന്നതുമായ പഞ്ചിന്റെ ദൃശ്യങ്ങളാണ് ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയത്. ഒരു പക്ഷേ ഒറാങ്ങൂട്ടൻ കളിപ്പാട്ടം പഞ്ചിന് അമ്മയെപ്പോലെ തോന്നിയതാവാം. ഒരു മൃഗശാല സൂക്ഷിപ്പുകാരൻ ഫ്യൂജി ടിവിയോട് പറഞ്ഞു, പഞ്ഞി നിറച്ച ഈ പാവ പഞ്ചിന്റെ അമ്മയല്ല, അത് ചൂടുള്ള ശരീരവുമല്ല, പക്ഷേ അത് ഒരു ഓർമ്മയാണ്, ഒരിക്കൽ സ്നേഹമുണ്ടായിരുന്നു എന്ന ഓർമ്മ. ജൂലൈയിൽ ജനിച്ച പഞ്ചി കൃത്രിമ പരിപാലനത്തിലാണ് ഏറെ നാൾ വളർന്നത്. ഇപ്പോൾ മൃഗശാലയിൽ കുരങ്ങൻ കൂട്ടത്തിലേക്ക് ചേരാനുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു കുരങ്ങുകൾ ശകാരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും പഞ്ചി മാനസിക ശക്തിയും പ്രതിരോധ ശേഷിയും കാണിക്കുന്നുണ്ടെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി. ഓടിപ്പോയി പാവയെ ഇടയ്ക്കിടെ കെട്ടിപ്പിടിക്കും, വലിച്ചിഴക്കും, നടക്കും. ഹാങ് ഇൻ ദേർ പഞ്ച് എന്ന ഹാഷ്ടാഗിലൂടെ പഞ്ചിന്റെ വലിയ തരംഗമുണ്ടാക്കിയ വാർത്തകൾ ലോകം പിന്തുടരുന്നു. വളരെ ചെറിയ ഈ മൃഗശാലയിൽ ഒട്ടേറെ പേരാണ് പഞ്ചിനെ കാണാനെത്തുന്നത്. പഞ്ച് എന്ന പേരുപോലും ഒരു പ്രതീകമാണ്. ജപ്പാനീസ് മാങ്ക പരമ്പരയുടെ സൃഷ്ടാവായ മങ്കി പഞ്ചി എന്ന കലാകാരന്റെ ഉപനാമത്തിൽ നിന്നാണോ ഈ പേരിട്ടത്? പോരാട്ടവും സാഹസികതയും നിറഞ്ഞ ആ കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ് പഞ്ചിന്റെ ജീവിതവും. ചെറിയ ശരീരത്തിൽ വലിയ ധൈര്യം. പഞ്ചിന്റെ കഥ ഒരു മൃഗശാലയിൽ വാർത്തയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അതിജീവനത്തിന്റെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും അന്നുവരെ ചേർത്ത് പിടിച്ച കൈകൾ പിന്മാറും, സംരക്ഷിച്ചിരുന്ന നിഴൽ വഴിമാറിപ്പോകും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പിടിവള്ളിയാവുന്നത് മറ്റൊരാളുണ്ടാകാം. ഒരു പഞ്ഞി പാവയാവാം, ഒരു സ്വപ്നമാകാം, ഒരു ഓർമ്മയാകാം, അല്ലെങ്കിൽ ഒരു ചെറു വിശ്വാസമാകാം. ഹാങ് ഇൻ ദേർ എന്നത് വെറുമൊരു ആശ്വാസവാക്കല്ല. ശക്തി എന്നത് ചിലപ്പോഴെങ്കിലും തീവ്രമായ ഏകാന്തതയിലും പിടിച്ചു നിൽക്കുന്ന മനസ്സാണ്. പഞ്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. എല്ലാം നഷ്ടമായെന്ന് തോന്നിയാലും വിടരുത്. ജീവിതം പലപ്പോഴും നമ്മൾ വിട്ടുകളയാത്ത നിമിഷങ്ങളിൽ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. ഹാങ് ഇൻ ദേർ.